വേമ്പനാട്ട് കായലിൻ്റെ തീരം ചേർന്ന് പച്ചപ്പുകളാലും കേരവൃക്ഷങ്ങളാലും സമൃദ്ധമായൊരു ദേശം. കൈത്തലപ്പുകളും വള്ളിപ്പടർപ്പുകളാലും കാടുപിടിച്ചു കിടന്ന കായൽ തീരത്താൽ ഒരു കാലത്താരും ശ്രദ്ധിക്കപ്പെടാതിരുന്നൊരു ദേശം. അത്താഴം പാകം ചെയ്യുന്നതിനും വിശ്രമിക്കുന്നതിനുമായി തീരത്തണഞ്ഞിരുന്ന സഞ്ചാരികൾ അത്താഴക്കാടെന്ന് വിളിച്ചു പോന്ന ദേശം. അത്താഴക്കാട് പിന്നീട് മുഹമ്മയായി മാറിയതിൻ്റെ പിന്നിലെ ചരിത്രം വിവരിക്കുന്നൊരു ഗ്രന്ഥം. ഈ നാട്ടിലെ കയർ വ്യവസായം ഉണ്ടായതിൻ്റെ ചരിത്രം, കരപ്രമാണിമാരുടെയും ജന്മിമാരുടെയും പീഡനങ്ങൾക്കും അപമാനങ്ങൾക്കും വിധേയരായി ജീവിച്ചു മരിച്ച പച്ചയായ മനുഷ്യരുടെ നാട്. ശ്രീനാരായണ ഗുരു തൻ്റെ കായൽ യാത്രക്കിടെ വിശ്രമിച്ച ദേശം. കൊച്ചി രാജ്യവുമായി ഉണ്ടായ യുദ്ധത്തിൽ തിരുവിതാംകൂർ പിടിച്ചെടുത്ത ദേശം. ഈഴവാദി പിന്നോക്ക സമുദായക്കാർക്ക് പൊതുവഴികളിലൂടെ സഞ്ചരിക്കുന്നതിന് സ്വാതന്ത്ര്യമില്ലാതിരുന്ന കാലത്ത് പോലും ഈ വഴികളിലൂടെ ഭയലേശമില്ലാതെ കുതിരപ്പുറത്തും ആനപ്പുറത്തും സഞ്ചരിച്ചിരുന്ന ചീരപ്പഞ്ചിറ മൂപ്പന്റെയും അവിടുത്തെ കളരിയുടെയും ചരിത്രം. സാക്ഷാൽ ശബരിമല അയ്യപ്പൻ പൂഴിയങ്കം അഭ്യസിക്കുന്നതിനായി എത്തിച്ചേർന്ന പുണ്യഭൂമി. ചീരപ്പഞ്ചിറ മൂപ്പന്റെ സുന്ദരിയായ മകൾ മാളികപ്പുറത്തമ്മയായതിൻ്റെ കഥ പറയുന്ന CS സുനിൽകുമാർ കല്ലാപ്പുറം രചിച്ച മാളികപ്പുറത്തമ്മയുടെ ദേശം. ചരിത്രവും ഐതിഹ്യവും ഉൾക്കൊള്ളുന്ന വ്യത്യസ്തമായൊരു വായനാനുഭവം സമ്മാനിക്കുന്ന ഗ്രന്ഥം. ബുക്കിങ്ങിന് വേണ്ടി സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള നമ്പറിലേക്ക് ബന്ധപ്പെടുക.